നല്ല ഫ്രഷ് മത്തിയൊക്കെ കിട്ടുമ്പോഴേ അത് വറക്കുന്നതിന് പകരം ഒന്ന് പറ്റിച്ച് കറി വെച്ച് നോക്കണേട്ടാ. ഇത് മാത്രം മതി ചോറിന്റെ കൂടെ, അത്ര അടിപൊളി ടേസ്റ്റ് ആണ്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി എന്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ആണ് കേട്ടാ. ആദ്യം തന്നെ തക്കാളിയും കുരുമുളകും കൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുത്ത ശേഷം അരക്കപ്പ് ചെറിയുള്ളി അരിഞ്ഞും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പച്ചച്ചോവയൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇത് നന്നായി തിളച്ച ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് കറിയൊക്കെ നല്ലപോലെ കുറുകി ഇതുപോലെ സെറ്റ് ആയിട്ട് വരും. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്ര പണിയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. കിഡിലും ടേസ്റ്റ് ആണ്. നമുക്ക് വലിയ മത്തി വെച്ചിട്ടോ അയല വെച്ചിട്ടോ ഒക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കല്ലേ.